ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ കൂടുതലായി ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഏസാവിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഗോത്രപിതാവായിരുന്ന ഇസഹാക്കിൻ്റെ 2 മക്കളിൽ മൂത്ത മകനായിരുന്നു ഏസാവ്. ഏസാവ് എന്ന വാക്കിൻ്റെ അർത്ഥം രോമമുള്ളവൻ, ചുവപ്പ് എന്നൊക്കെയാണ്. കാരണം ഏസാവിൻ്റെ ശരീരം മുഴുവനും രോമമുണ്ടായിരുന്നു. അവൻ്റെ ത്വക്കിൻ്റെ നിറം ചുവപ്പായിരുന്നു. ഇസഹാക്കിൻ്റെ മൂത്ത മകനായിട്ടാണ് ഏസാവ് ജനിക്കുന്നത്. യാക്കോബും ഏസാവും അമ്മയുടെ ഉദരത്തിൽ ഇരട്ട കുട്ടികളായിട്ടാണ് ജന്മമെടുത്തത് എങ്കിലും ആദ്യം പുറത്തു വരുന്നത് ഏസാവാണ്. ഇവർ ഗർഭപാത്രത്തിൽ കലഹിക്കുന്നതായിട്ട് വചനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർ തമ്മിലുള്ള കലഹം അസഹനീയമായപ്പോൾ അമ്മയായ റെബേക്ക ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ഉദരത്തിലുള്ള ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് കലഹിക്കുന്നത്? അപ്പോൾ ദൈവം അവളോട് അരുളി ചെയ്തു, നിൻ്റെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ട്. അതിൽ ഇളയവന് മൂത്തവൻ സേവ ചെയ്യും. അതെ, പിന്നീടങ്ങോട്ട് ഈ കുഞ്ഞുങ്ങളുടെ ജനനത്തിന് ശേഷം പിന്നീടങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, ഇളയവനായ യാക്കോബിന് മൂത്തവനായ ഏസാവ് സേവ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏസാവ് ഒരു വേട്ടക്കാരനും കൃഷിക്കാരനുമായിരുന്നു. അപ്പൻ്റെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു ഏസാവ്. എന്നിരുന്നാലും ഏസാവിൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏസാവ് കാണിച്ചിട്ടുള്ള ചില അബദ്ധങ്ങൾ കാണിക്കാതിരുന്നാൽ വലിയ ദൈവാനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏസാവിൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചില വീഴ്ചകളെ നമുക്ക് നോക്കിക്കാണാം. ഏസാവ് വേട്ടക്കാരനായിരുന്നുവെന്ന് ഞാൻ ആദ്യമേ പ്രതിപാദിച്ചിരുന്നു. വളരെ സമർത്ഥനായ ഒരു വേട്ടക്കാരനും കൃഷിക്കാരനും എന്ന നിലയിൽ പലപ്പോഴും തൻ്റെ കൂടാരത്തിൽ നിന്ന് മാറിയാണ് ഏസാവ് താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു നാളിൽ കൃഷിസ്ഥലത്തു നിന്ന് തിരികെ വരുമ്പോൾ തൻ്റെ സഹോദരനായ യാക്കോബ് രുചിയോടെ പായസം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഏസാവ് കാണുകയാണ്. ഏസാവ് തൻ്റെ സഹോദരനോട് പറഞ്ഞു, ഞാൻ ഏറെ വിശന്നും വലഞ്ഞും ക്ഷീണിതനാണ്. അതിനാൽ നീ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചുവന്ന പായസം എനിക്ക് തരിക. തൻ്റെ സഹോദരനായ ഏസാവിനെ തന്ത്രത്തിൽപ്പെടുത്തുവാനായി യാക്കോബ് കാത്തിരിക്കുകയായിരുന്നു. കാരണം കടിഞ്ഞൂൽ പുത്ര അവകാശം ഏസാവിനുള്ളതാണ്. കടിഞ്ഞൂൽ പുത്ര അവകാശം എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു അനുഗ്രഹമാണ്. പൂർവികരുടെ സ്വത്തിന് ഉടമയായി തീരുന്നു. പൂർവികർക്ക് ദൈവം ഭരമേൽപ്പിച്ച് നൽകിയിട്ടുള്ള നിയോഗങ്ങൾ പരികർമ്മം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവനാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഏറെ അനുഗ്രഹവും ദൈവികവും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കടിഞ്ഞൂൽ പുത്ര അവകാശം. ഏസാവ് കടിഞ്ഞൂൽ പുത്ര അവകാശിയാണ് എന്നുള്ള യാഥാർത്ഥ്യം യാക്കോബിന് അറിയാവുന്നതുകൊണ്ട് യാക്കോബ് ഏസാവിനോട് പറയുകയാണ്, ഞാൻ ഈ പായസം നിനക്ക് തരാം, പക്ഷേ നിൻ്റെ കടിഞ്ഞൂൽ പുത്ര അവകാശം നീ എനിക്ക് നൽകണം. ഇവിടെ സംഭവിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏസാവിന് തൻ്റെ കടിഞ്ഞൂൽ പുത്ര അവകാശത്തെക്കുറിച്ച് ബോധ്യം ഇല്ലായിരുന്നു. എന്താണ് തൻ്റെ സ്ഥാനമെന്നോ ഈ കടിഞ്ഞൂൽ പുത്ര അവകാശത്തിൻ്റെ നന്മകൾ എന്താണെന്നോ ഏസാവ് തിരിച്ചറിഞ്ഞില്ല. നിസ്സാരം വിശന്നും വലഞ്ഞും വന്നപ്പോൾ തൻ്റെ ഭക്ഷണത്തിനു വേണ്ടി, ഒരല്പം പായസത്തിനു വേണ്ടി, തൻ്റെ ക്ഷീണമൊന്ന് അകറ്റുന്നതിന് വേണ്ടി വലിയ അനുഗ്രഹം ഏസാവ് കൈവിട്ട് കളയുവാൻ തയ്യാറാവുകയാണ്. തൻ്റെ സഹോദരനായ യാക്കോബ് ആവശ്യപ്പെട്ടതനുസരിച്ച്, തൻ്റെ സഹോദരനായ യാക്കോബ് നിർബന്ധിച്ചതനുസരിച്ച് ഒരു പാത്രം പായസത്തിനു വേണ്ടി വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് തൻ്റെ കടിഞ്ഞൂൽ പുത്ര അവകാശം ഏസാവ് യാക്കോബിന് വിറ്റു. പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ദൈവം ചില നന്മകളും ചില അനുഗ്രഹങ്ങളും ചില കഴിവുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തിരിച്ചറിയുവാനും അതിനെ വളർത്തുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ താലന്തുകളുടെ ഉപമയിൽ നാം ഇപ്രകാരം കാണുന്നത്. ഒരു വ്യാപാരി തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് താലന്തുകൾ കൃത്യമായിട്ട് അവർക്ക് വിഭജിച്ചു കൊടുക്കുകയാണ്. 5 താലന്ത് കിട്ടിയവൻ 3 താലന്ത് കിട്ടിയവൻ 1 താലന്ത് കിട്ടിയവൻ, 5 കിട്ടിയവൻ 5 കൂടി സമ്പാദിച്ചു, 3 കിട്ടിയവൻ വീണ്ടും 3 കൂടി സമ്പാദിച്ചു. എന്നാൽ 1 കിട്ടിയവൻ അത് ഭൂമിയിൽ മറച്ചു വെച്ചു. യജമാനൻ തിരികെ വന്ന് തൻ്റെ താലന്തുകൾ തിരിച്ചേൽപ്പിക്കുവാനായിട്ട് ഈ ഭൃത്യന്മാരോട് ആവശ്യപ്പെടുമ്പോൾ ആദ്യത്തെ 2 പേരും യജമാനൻ നൽകിയതിനേക്കാൾ ഇരട്ടി താലന്ത് തിരിച്ചേൽപ്പിക്കുമ്പോൾ അവസാനം വരുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ അങ്ങയെ ഭയപ്പെട്ടു, അതിനാൽ അങ്ങയുടെ താലന്ത് ഞാൻ ഭൂമിയിൽ കുഴിച്ചിട്ടു. അങ്ങനെ തനിക്ക് കിട്ടിയ നന്മയെ കുഴിച്ചിട്ടുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കാതെ പാഴാക്കി കളഞ്ഞ ആ ഭൃത്യൻ്റെ ജീവിതത്തെ കർത്താവ് ഈശോ മിശിഹാ സുവിശേഷത്തിൽ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഇതുതന്നെയാണ് ഏസാവ് തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ നന്മയും അനുഗ്രഹവുമാണ് ഈ കടിഞ്ഞൂൽ പുത്ര അവകാശം എന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു പാത്രം പായസത്തിനു വേണ്ടി നിസ്സാരമായിട്ട് ഏസാവ് അത് വിട്ടുകളഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. ഒരുപാട് നന്മകൾ നമുക്കുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെക്കാൾ വലിയ കഴിവുകൾ നമുക്കില്ല എന്ന് ചിന്തിക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ള കഴിവുകൾ നമുക്കുണ്ട്. ഈ ലോകത്ത് കഴിവുകളില്ലാത്ത ആരുമില്ല, ഈ ലോകത്ത് നന്മകൾ ഇല്ലാത്ത ആരുമില്ല. പക്ഷെ നമ്മളെപ്രകാരം നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കുകയും നമ്മളെപ്രകാരം നമ്മുടെ നന്മകളെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടി അത് ഉപയോഗിക്കുന്നിടത്താണ് നമ്മുടെ കഴിവുകൾ വളരുന്നത്, അതൊരു ദൈവാനുഗ്രഹമായി മാറുന്നത്, അത് അർത്ഥവത്തായി തീരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. യാക്കോബ് തന്ത്രപൂർവം ഏസാവിനെ തൻ്റെ കുരുക്കിൽ വീഴ്ത്തുകയാണ് ചെയ്തത്. ഏസാവ് ഒരു മഠയൻ ആയിട്ട് ഇവിടെ തീരുകയാണ്. കാരണം തൻ്റെ സഹോദരൻ തന്നെ തന്ത്രത്തിൽ കുടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ തൻ്റെ സഹോദരൻ തനിക്ക് വേണ്ടി വെച്ച വലയിലേക്ക് കുരുക്കിലേക്ക് ഏസാവ് വീണു പോവുകയാണ്. ഒരല്പം വിവേകത്തിൻ്റെ കുറവാണ് ഏസാവിനെ വീഴിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായേക്കാം. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ വല്ലാണ്ട് വഴിമുട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ മറ്റൊരു സാധ്യതകളും ഇല്ലാതെ വരുമ്പോൾ ചിലരുടെയൊക്കെ മുന്നിൽ നമ്മുടെ സ്വത്വബോധത്തെ നമുക്ക് അടിയറവ് വയ്ക്കേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെ വിവേകത്തോടെ ആയിരിക്കുവാനായി പരിശ്രമിക്കാം. എന്ത് സംഭവിച്ചാലും ഞാനെന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തി കളയാതെ, ഞാനെന്ന വ്യക്തിയുടെ നന്മകളെയും അനുഗ്രഹങ്ങളെയും നഷ്ടപ്പെടുത്തി കളയാതെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ വിരിക്കുന്ന ചതിക്കുഴിയിൽ നമ്മൾ വീണുപോകും. അങ്ങനെ വീണുപോയാൽ നമുക്ക് നമ്മളെ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. യാക്കോബ് ഒരുക്കി വെച്ച പായസം എന്ന തന്ത്രത്തിൽ ഏസാവ് വീണുപോയപ്പോൾ ഏസാവിന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയത് ഏസാവിനെ തന്നെയാണ്. ഏസാവിന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയത് അവൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ നന്മകളും ആണ്. അപ്പോൾ നമ്മൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഒരുപക്ഷെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ തിരികെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നില്ല. പായസമൊക്കെ കുടിച്ച് ക്ഷീണമകറ്റി എഴുന്നേറ്റപ്പോഴാണ് ഏസാവിന് മനസ്സിലായത് വലിയൊരു അബദ്ധമാണല്ലോ താൻ കാണിച്ചത്. തൻ്റെ കടിഞ്ഞൂൽ പുത്ര അവകാശത്തെയാണല്ലോ താൻ നിസ്സാരമായി വലിച്ചെറിഞ്ഞത്. പിന്നീട് ഏസാവിന് പശ്ചാത്താപമുണ്ടാകുന്നുണ്ട്. തനിക്കുണ്ടായ നഷ്ടം എന്താണെന്ന് ഏസാവ് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ചിന്തിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ, ചില സാഹചര്യങ്ങളിൽ വീണു പോകുമ്പോൾ നമ്മൾ അന്നേരം അതിൽ സന്തോഷിക്കും, അതിൽ ആനന്ദം കൊള്ളും. എന്നാൽ അതിനൊക്കെ ശേഷം അതിൻ്റെ പരിണിത ഫലമായിട്ട് ചില വേദനകളും ചില പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കുകയില്ലായിരുന്നു. ഓർക്കുക, ജീവിതത്തിൽ ചില തീരുമാനങ്ങളെടുത്ത് ചില കാര്യങ്ങൾ ചെയ്താൽ
അതിന് പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയില്ല. ചെയ്തതാണ്, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതാണ്. തിരികെ പിടിക്കുവാനായിട്ട് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് പിന്നെ നമുക്കൊരിക്കലും തിരികെ പിടിക്കാനായിട്ട് സാധിക്കുകയില്ല. അതൊരു പക്ഷേ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സാഹോദര്യത്തിൻ്റെ ഒരു സന്തോഷമായിക്കൊള്ളട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ നമ്മൾ കബളിപ്പിച്ചാൽ, അവർക്കെതിരായി നമ്മൾ നിലകൊണ്ടാൽ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും എത്ര പരിശ്രമിച്ചാലും നടക്കണമെന്നില്ല. അപ്പോൾ ഏസാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ കടിഞ്ഞൂൽപുത്ര അവകാശത്തെ താൻ വേണ്ട എന്ന് വെച്ചു. പിന്നീട് അതൊരു വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരികെ പിടിക്കാനായിട്ട് പരിശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഒന്നോർത്ത് നോക്കി, എത്രയെത്ര വ്യക്തികൾ, എത്രയെത്ര നന്മകൾ, എത്രയെത്ര സാഹചര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഏസാവിന് പറ്റിയ ഈ ഒരു അബദ്ധം പറ്റാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട് ഏസാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ഏസാവ് വിവാഹം കഴിക്കുന്നത് തൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇഷ്ടമില്ലാത്ത പെൺകുട്ടിയെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഏസാവിനോടൊരു അകൽച്ചയും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഏസാവ് ഇത് തിരിച്ചറിയുന്നില്ല. ചില തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മളോടൊപ്പമുള്ളവരുടെ ചില ഇഷ്ടങ്ങളിലേക്ക്, അവരുടെ എല്ലാ ഇഷ്ടങ്ങളും, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും, അവരുടെ എല്ലാ താല്പര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടത്തി കൊടുക്കുവാൻ സാധിക്കുകയില്ല. എന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലരുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട്, നമ്മുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരുടെയൊക്കെ വാക്കുകളെ കുറേ കൂടി ഒന്ന് മനസ്സിലാക്കുവാനും, അവരുടെയൊക്കെ സ്നേഹത്തെ കുറേ കൂടി ഒന്ന് തിരിച്ചറിയുവാനും, അവരുടെ സാന്നിധ്യത്തെ കുറേ കൂടിയൊക്കെ ഒന്ന് അംഗീകരിക്കുവാനുമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നത് നല്ലതാണ്. ഏസാവ് സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ചില പരിണിത ഫലങ്ങളും ബുദ്ധിമുട്ടുകളും ഏസാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഏസാവ് പലപ്പോഴും ഒറ്റയ്ക്കായി പോകുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ജീവിതത്തിൻ്റെ ചില നിർണായക നിമിഷങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുവാനായിട്ട് അവർ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഏസാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഏസാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ഏസാവ് തൻ്റെ അപ്പനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടവനായിരുന്നു. അപ്പൻ ഏസാവിനെ സ്നേഹിക്കുകയും ഏസാവിൻ്റെ നന്മ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പൻ്റെ അനുഗ്രഹം പക്ഷെ വാങ്ങിച്ചെടുക്കുവാനായിട്ട് ഏസാവിന് സാധിക്കുന്നില്ല. അതിന് കാരണം ഏസാവിൻ്റെ ശ്രദ്ധക്കുറവായിരുന്നു. അതിന് കാരണം ഏസാവിൻ്റെ അലസതയായിരുന്നു. അപ്പൻ ഏസാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, മകനെ, എനിക്കിഷ്ടമുള്ള ഇറച്ചി നീ പാകം ചെയ്ത് തന്നാൽ തലമുറകൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹം നിനക്ക് ഞാൻ നൽകാം. ഇത് കേട്ടിട്ട് ഏസാവ് അപ്പന് ഇഷ്ടപ്പെട്ട ഇറച്ചി പാകം ചെയ്യാനായിട്ട് അന്വേഷിച്ചിറങ്ങുകയാണ്. ഈ സമയത്ത് യാക്കോബ് വന്ന് ഇസഹാക്ക് തൻ്റെ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനുഗ്രഹം മേടിച്ച് തിരികെ പോകുന്നു. ഏറെ കഷ്ടപ്പെട്ട് ഏസാവ് തിരികെ വരുമ്പോൾ തൻ്റെ അപ്പൻ്റെ കരങ്ങൾ ശൂന്യമാണെന്ന് ഏസാവ് തിരിച്ചറിയുകയാണ്. കാരണം തനിക്കുള്ള അനുഗ്രഹം തൻ്റെ സഹോദരൻ സ്വന്തമാക്കിയെന്ന്. ഒരുപക്ഷെ ഇവിടെ കുറേ കൂടി ശ്രദ്ധാലുവായിട്ട് ഏസാവ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഏസാവിന് തൻ്റെ അപ്പൻ്റെ അനുഗ്രഹം നഷ്ടമാവുകയില്ലായിരുന്നു. ആ ജീവിത സാഹചര്യത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുവാനോ ആ ഒരു അവസരം മുതലാക്കുവാനോ ഏസാവിന് സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാനുള്ള ഒരു വലിയ അബദ്ധമാണ് ഇത്. ഒരു സാഹചര്യം തിരിച്ചറിയാനോ ആ സാഹചര്യം നമ്മൾക്ക് നൽകുന്ന അവസരം മനസ്സിലാക്കുവാനോ നമ്മൾക്ക് സാധിക്കാതെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ചില നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എത്ര നല്ല കുടുംബ ബന്ധങ്ങളാണ് ഇങ്ങനെ അവസരത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയത്. എത്ര നല്ല കുടുംബ ബന്ധങ്ങളാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ തകർന്നടിഞ്ഞു പോയത്. അത് ചില അശ്രദ്ധ കൊണ്ടല്ലേ? അത് ചില അലസതകൾ കൊണ്ടല്ലേ? അങ്ങനെയെങ്കിൽ ജീവിതത്തെ കുറേ കൂടി ഒന്ന് സ്വീകരിക്കാനായിട്ട്, കുറേ കൂടി ശ്രദ്ധാലുവാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ജീവിതത്തെ കുറേ കൂടെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് ക്രമീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ഏസാവ് തൻ്റെ അപ്പനോട് കരഞ്ഞു പറയുകയാണ്, അപ്പാ, എന്നെ അനുഗ്രഹിക്കണം. അപ്പൻ പറയുകയാണ്, മകനെ,
നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ അനുഗ്രഹം ഇനി ബാക്കിയില്ല. നിൻ്റെ സഹോദരനെ ഞാൻ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ കരയാറുണ്ട്. പക്ഷേ ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞതാരാണ്? നമ്മുടെ അശ്രദ്ധയല്ലേ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? നമ്മുടെ അലസതയല്ലേ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? ഒഴിഞ്ഞ കരവുമായി നിൽക്കുന്ന അപ്പൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? പലപ്പോഴും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ നമുക്കുള്ള ചില നന്മകളുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ നമ്മളോടുള്ള സ്നേഹമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളോടുള്ള കരുതലുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവരുടെ മുൻപിൽ മുട്ടുകുത്തിയാൽ അത് തിരികെ കിട്ടണമെന്ന് നിർബന്ധമില്ല. യേശാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മെ കരുതുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ആ കരുതലും സ്നേഹവും പരിഗണനയും ഏറ്റുവാങ്ങുവാനും അവരെ ചേർത്ത് പിടിക്കുവാനുമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അടുത്തതായിട്ട് ഏസാവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത്ര രീതിയിൽ നിഷ്കളങ്കരാകണമെന്നില്ല നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവർ. ഇവിടെ ഏസാവിന് ലഭിക്കേണ്ട നന്മ തന്ത്രപൂർവം പിടിച്ചെടുക്കുന്നത് യാക്കോബാണ്. അതിന് അവനെ സഹായിക്കുന്നത് അമ്മയായ റബേക്കയാണ്. ഒരുപക്ഷെ നമ്മളൊരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ തോന്നുന്നു. ഒരുപക്ഷെ നമ്മളൊരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തി നമ്മളോടൊപ്പമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തി നമ്മളോടൊപ്പമാണോ? യഥാർത്ഥത്തിൽ ആ വ്യക്തി നമ്മെ സ്നേഹിക്കുകയും കരുതുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ? ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഏസാവിന് സാധിച്ചില്ല. ഏസാവ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ എൻ്റെ ആൾക്കാരാണ് എന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ് ഏസാവിനെ വളരെ എളുപ്പത്തിൽ തന്ത്രത്തിൽ വീഴ്ത്താനായിട്ട് അവർക്ക് സാധിച്ചത്. കർത്താവ് വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കണമെന്ന്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. അവരിൽ ചിലരെങ്കിലും ഒരുപക്ഷെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്നവരായിരിക്കാം. അവരിൽ ചിലരെങ്കിലും നമ്മുടെ നന്മയിൽ അസൂയ പൂണ്ടുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി കളയുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അവരിൽ ചിലരെങ്കിലും നമ്മുടെ വേദനയിൽ അല്പം സന്തോഷിക്കുന്നവരായിരിക്കാം. അവരിൽ ചിലരെങ്കിലും നമ്മുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായിരിക്കാം. ഇവരെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരിൽ നന്മയുള്ളവരെയും തിന്മ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും വിവേകപൂർവം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏസാവിന് ഇത് സാധിച്ചിരുന്നെങ്കിൽ അവന് തൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയില്ലായിരുന്നു. അങ്ങനെ തൻ്റെ സഹോദരൻ തന്നെ കബളിപ്പിച്ച് തൻ്റെ പിതാവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചതറിഞ്ഞ് വളരെ വിഷമത്തോടെ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഏസാവ് ഇറങ്ങി വരികയാണ്. യാക്കോബിനോട് ഏസാവിന് വല്ലാണ്ട് അരിശം ഉണ്ടാകുന്നു. ഇതറിഞ്ഞ് യാക്കോബ് ദൂരദേശത്തേക്ക് പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് വിഷണ്ണനായി തൻ്റെ സഹോദരനെ കൊല ചെയ്യുവാനുള്ള ആഗ്രഹത്തോടെ, പ്രതികാര ബുദ്ധിയോടെ ഏസാവ് ഇവിടെയായിരിക്കുന്നു. തൻ്റെ സഹോദരനാൽ താൻ കൊല ചെയ്യപ്പെടും എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് യാക്കോബ് ദൂരദേശത്തേക്ക് പോവുകയാണ്. പിന്നീട് ഒരു നാളിൽ ഏസാവിനെ സന്ദർശിക്കാനായിട്ട് തൻ്റെ സഹോദരനായ യാക്കോബ് തിരികെ വരികയാണ്. ഒരുപക്ഷെ ഇതുവരെ ഞാൻ ഏസാവിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഏസാവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. തന്നെ ചതിച്ച്, തന്നെ വഞ്ചിച്ച്, തന്ത്രപൂർവം തൻ്റെ അനുഗ്രഹം തട്ടിയെടുത്ത യാക്കോബ് എന്ന സഹോദരൻ ഒരപകടത്തിൽപ്പെട്ട് തൻ്റെ അടുക്കലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഏസാവ് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. യാക്കോബ് വിചാരിക്കുന്നുണ്ട് തൻ്റെ സഹോദരനായ ഏസാവിന് ഇപ്പോഴും തന്നോട് ദേഷ്യമുണ്ട്, തന്നെ ഒരുപക്ഷെ മുറിപ്പെടുത്തുകയോ തന്നെ കൊല ചെയ്യുകയോ ചെയ്തേക്കാമെന്ന്. പക്ഷേ തൻ്റെ സഹോദരൻ തിരികെ വരുമ്പോൾ ഏസാവ് അവനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയാണ്. ഏസാവ് അവൻ്റെ കഴുത്തിൽ കരമിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. തൻ്റെ സഹോദരൻ തനിക്ക് നൽകുവാനായി കൊണ്ടുവന്ന സമ്മാനങ്ങൾ ഏസാവ് സ്വീകരിക്കുകയാണ്. ഇതുവരെ ഒരു നെഗറ്റീവ് റോളിൽ നിൽക്കുന്ന ഏസാവ് വളരെ പോസിറ്റീവ് റോളിലേക്ക് മാറുന്ന ഒരു സംഭവമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് മുഴുവൻ ക്ഷമയെക്കുറിച്ചാണ്. പത്രോസ് ശ്ലീഹ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്നോട് തെറ്റ് ചെയ്ത എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈശോ പറയുന്നുണ്ട്, 7 നിന്നോട് ഞാൻ പറയും. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ കാലത്ത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, തന്നോട് ദ്രോഹം ചെയ്ത സഹോദരനെ, തന്നെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച സഹോദരനെ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും തട്ടിയെടുത്ത സഹോദരനെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഏസാവ് കാണിക്കുന്നൊരു മനസ്സുണ്ട്. അത് വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ വീണ്ടും പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കുവാൻ ദൈവാലയത്തിൽ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി സഹോദരനുമായി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ ദ്രോഹിച്ച ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ ഏറെ ക്ഷമയെക്കുറിച്ച് വചനം സാക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ ക്ഷമയുടെ വലിയ അടയാളമായിട്ട് നമുക്ക് ഏസാവിനെ കാണാനായിട്ട് സാധിക്കും. തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ ചേർത്ത് നിർത്തി ആ സഹോദരനോടുള്ള ദേഷ്യത്തിനപ്പുറത്ത്, സഹോദരനോടുള്ള വൈരാഗ്യത്തിനപ്പുറത്ത്, സഹോദരൻ തനിക്കേൽപ്പിച്ച മുറിവുകൾക്കപ്പുറത്ത് സഹോദരനോട് ക്ഷമിക്കുവാൻ ആ മനുഷ്യൻ കാണിച്ച ഒരു മനസ്സ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള വിദ്വേഷം നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും സാധിക്കാത്ത വിധത്തിലുള്ള മുറിപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളതിനാൽ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മുടെ ശത്രുവിന് ദോഷം വരണമെന്ന് മാത്രം ചിന്തിക്കുന്ന അനേകരുണ്ട്. ഇനിയും ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരണമെന്ന് ആഗ്രഹിക്കുകയും അവരുടെ നാശത്തിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരൊക്കെയുണ്ട്. അവരുടെ ഇടയിലാണ് ഏസാവ് ഇന്ന് വളരെ വ്യത്യസ്തനാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ ഉപദ്രവിച്ചവരോട്, അകാരണമായി നമ്മുടെ കണ്ണ് നനയിച്ചവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് പറ്റണം. ഒരുപക്ഷെ അന്ന് ചെയ്ത ഒരു വലിയ അബദ്ധത്തിൻ്റെ പേരിൽ അവരിന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് മനസ്തപിക്കുന്നുണ്ടാകാം, അവരാത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ടാകാം. ഒരവസരം കൊടുത്താൽ അവർ തിരികെ വരും. ഒരവസരം കൊടുത്താൽ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ ചെന്ന് കയറാനായിട്ട് നമുക്ക് സാധിക്കും. ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും രമ്യതപ്പെടൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഏസാവിന് യാക്കോബിനോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും, യാക്കോബിന് ഏസാവിനെ ഭയമായിരുന്നെങ്കിലും, യാക്കോബ് തനിക്ക് ലഭിച്ച ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ഏസാവ് തൻ്റെ സഹോദരൻ തൻ്റെ അടുക്കലേക്ക് തിരികെ വരാനായി പരിശ്രമിക്കുമ്പോൾ ഏസാവും തൻ്റെ സഹോദരനോട് രമ്യതപ്പെടുവാനുള്ള ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ഏസാവിന് സുഖമായിട്ട് അഭിനയിച്ചുകൊണ്ട്, കാപട്യം കാണിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് വൈരാഗ്യം തീർക്കാമായിരുന്നു. എന്നാൽ ഏസാവ് അത് ചെയ്യാതെ, കാപട്യമില്ലാതെ, അഭിനയമില്ലാതെ തൻ്റെ സഹോദരനോടുള്ള ദേഷ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കി സ്നേഹം കൊണ്ട് തൻ്റെ സഹോദരനെ ചേർത്ത് പിടിച്ചു. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളോട് ചെയ്തത് എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മെ ദ്രോഹിച്ചത് ഒരുപക്ഷെ നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാകാം. പക്ഷേ ആ സമയത്തൊക്കെ ഏസാവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഏസാവിനെ യാക്കോബ് ദ്രോഹിച്ചതുപോലെ, ഏസാവിനെ യാക്കോബ് കബളിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മളെ ആരും കബളിപ്പിച്ചിട്ടുണ്ടാകണം എന്നില്ല. ഏസാവ് യാക്കോബിനെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മളെ ദ്രോഹിച്ചവരെയും നമ്മളെ വേദനിപ്പിച്ചവരെയും ചേർത്ത് പിടിക്കാനും അവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഏസാവിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് ഏസാവിനെ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഏസാവ് ചില തീരുമാനങ്ങൾ എടുത്തത് തെറ്റിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിസ്സാരമായി കണ്ടു, തനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ ചില നന്മകളും അനുഗ്രഹങ്ങളും സാഹചര്യങ്ങളുമൊക്കെ നിസ്സാരമായി കണ്ടു എന്നുള്ളതായിരുന്നു ഏസാവിൻ്റെ ജീവിതത്തിൽ വന്ന വലിയ തെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെ നിസ്സാരമായി കാണാതെ അതിനെ വളരെ നന്മയോടെ കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം മറ്റുള്ളവരെയൊക്കെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാൻ, ഏസാവ് യാക്കോബിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ
ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ